കഴിഞ്ഞ പേജുകളിൽ അബൂ ഷാമ റഹിമഹുല്ല വിവരിച്ചത് സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ശഅബാൻ 15 രാത്രിയിൽ ഒരു നിസ്കാരം നിർവഹിക്കുക, മറ്റ് കൂട്ടിച്ചേർക്കലുകളൊന്നും ഇല്ലാതെ അന്ന് ഒരു പ്രത്യേക നിസ്കാരം എന്ന ഏർപ്പാട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് യോജിക്കാത്തത് കൊണ്ട് അന്ന് ഒരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്നത് ഒരു നിലക്കും പറ്റില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാരായ ആളുകളും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആളുകളും നടത്തിയാൽ അത് ദീൻ നിർദ്ദേശിച്ചതാണ്, മശ്റൂ ആണ് എന്നൊരു തെറ്റായ ധാരണ ഉണ്ടാകുന്നത് കൊണ്ട് ഒരിക്കലും സമൂഹം അംഗീകരിക്കുന്ന ആളുകളൊന്നും നടത്തരുത്. സാധാരണഗതിയിൽ രാത്രിയിൽ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ പോലും സ്വലാത്തുർ റഗായിബ് നിസ്കരിക്കപ്പെടുന്ന റജബ് 1-ാമത്തെ വെള്ളിയാഴ്ച രാവിൽ മറ്റുള്ള ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കരുത് എന്നതുൾപ്പെടെ വിശദീകരിച്ചതിന് ശേഷം അടുത്ത അധ്യായത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ നിസ്കാരത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിയ രൂപത്തിന്റെ തകരാറുകളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്ലുൻ അൽ വജ്ഹു സാലിസു ഫിൽ ഫർഖി, മറ്റ് സാധാരണ അനുവദനീയമായ സുന്നത്ത് നിസ്കാരങ്ങളും ഈ സലാത്തുർ റഗായിബും തമ്മിലുള്ള വ്യത്യാസം അന്ന ഹാദി സലാത്ത ആനി സലാത്ത റഗായിബിൽ മഫൂല അൽ വജ്ഹിൽ മഖ്സൂസിൽ മഷ്ഹൂർ, സമൂഹത്തിനിടയിൽ പ്രസിദ്ധമായ ഒരു പ്രത്യേക രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന ആ നിസ്കാരം അല്ലദീ അൽ അവാമു ബിഹി അഹദകു മിനൽ ഉലമായി, ആ നിസ്കാരത്തെ സംബന്ധിച്ച് അതിൽ നടത്തേണ്ട ചര്യകളെക്കുറിച്ചും അതിന്റെ ക്രമങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെക്കാളും സാധാരണക്കാരായ ആളുകൾക്കാണ് കൂടുതൽ അറിവുള്ളത് എന്ന് തോന്നിപ്പോകും അവരുടെ ശൈലികളും സംസാരങ്ങളും കണ്ടാൽ. അപ്പോൾ സാധാരണക്കാർക്കാണ് ഇതിൽ നൈപുണ്യമുള്ളത്. അങ്ങനെയുള്ള ആ നിസ്കാരം മുസ്തമിലത്തുൻ അലാ മുഖാലഫത്തി സുനനി ശറഈ ഫി സ്വലവാതി മിൻ വുജൂഹിൻ, പല നിലക്കും നിസ്കാരത്തിൽ ശറഅ് നിർദ്ദേശിച്ച സുന്നത്തുകൾക്ക് വിരുദ്ധമായ രൂപത്തിലാണ്. ദക്റഹൽ ഫഖീഹു അബൂ മുഹമ്മദ് ഫി ജുസീഹി, അബൂ മുഹമ്മദ് റഹിമഹുല്ല ഈ വിഷയം ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. വജിത്തുഹാ അന ഇളാഹൻ വ തഖ്രീറൻ, അത് ഒന്നുകൂടി വ്യക്തമായി ഞാൻ വിശദീകരിച്ച് ഇവിടെ സ്ഥാപിക്കുന്നു. അൽ വജ്ഹുൽ അവ്വൽ, 1-ാമത്തെ ന്യായം മുഖാലഫത്തു സുന്നനി സുക്കൂനി ഫി സ്വലാത്തി, ഇത് വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ നിസ്കാരത്തിൽ പ്രത്യേകമായി ഉണ്ടാകുന്ന ധാരാളം സുന്നത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു. നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും ഒന്നും ആ രൂപത്തിലുള്ള ഒരു നിസ്കാരം നടപ്പിലില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് നാം ഇവിടെ വിവരിക്കുന്നു. ധാരാളം തസ്ബീഹുകൾ എണ്ണിക്കൊണ്ട് ചെല്ലുക, അതുപോലെ സൂറത്തുൽ ഖദറും സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഏർപ്പാട് എല്ലാ റക്അത്തിലും ഉള്ളത് കൊണ്ട് അതിന് വേണ്ടി വിരലുകൾ അനക്കുക, അതിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് തുടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിസ്കാരത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച ഖുശൂ, ഭയഭക്തി, നിസ്കാരത്തിലുള്ള ശ്രദ്ധ എന്നതിൽ നിന്ന് മാറി ഈ എണ്ണം പിടിക്കുക എന്ന ഒരു ഭാഗത്തേക്ക് പോവുക എന്ന ഒരു പ്രശ്നം ഈ നിസ്കാരത്തിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് സംശയം തോന്നും, പെരുന്നാൾ നിസ്കാരത്തിലും നാം തക്ബീറുകളുടെ എണ്ണം പിടിക്കാറുണ്ടല്ലോ, 7ഉം 5ഉം ഒക്കെ തക്ബീറുകൾ ചൊല്ലുമ്പോൾ എണ്ണിക്കൊണ്ടാണല്ലോ നാം തക്ബീർ ചൊല്ലാറുള്ളത്, അതുപോലെ ഇത് കണക്കാക്കിക്കൂടെ എന്ന ഒരു സ്വാഭാവിക സംശയം പല ആളുകൾക്കും ഉണ്ടാകും. പക്ഷേ ഈ പെരുന്നാളിന്റെ തക്ബീർ അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിർദ്ദേശിച്ചത് കൊണ്ട് അത് നാം അപ്പടി പാലിക്കുക, അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മോൾ ഖിയാസാക്കിക്കൊണ്ട് നമ്മുടെ വകയായി കുറെ എണ്ണുന്ന ഏർപ്പാടുകൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ നാം തയ്യാറാക്കിയാൽ ശറഅ് നിർദ്ദേശിക്കാത്ത ചില കാരണങ്ങൾ കൊണ്ട് നിസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒരിക്കലും അള്ളാഹുവിന്റെ അടിമകളായ നമുക്ക് നിർവാഹമില്ല. അപ്പൊ പെരുന്നാളിന്റെ തക്ബീർ ചൊല്ലുക എന്നതും അത് എണ്ണം തിട്ടപ്പെടുത്തുക എന്നതും ഇബാദത്താണ്. പക്ഷേ അള്ളാഹു നിർദ്ദേശിക്കാത്ത രൂപത്തിലായതുകൊണ്ട് സലാത്തുർ റഗായിബിൽ ഒരു എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള സൂറത്തുൽ ഇഖ്ലാസ് ഓത്തും മറ്റ് തസ്ബീഹുകൾ ഒക്കെ ഇബാദത്തായി പരിഗണിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനു വേണ്ടി നാം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ പറ്റില്ല എന്നതാണ് 1-ാമത്തെയും 2-ാമത്തെയും കാരണമായി അബൂ ഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത്. 3-ാമത്തെ കാരണം, സാധാരണഗതിയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് മുതലക്കായ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ സ്വന്തം വീടുകളിൽ വെച്ച് നടത്തുന്നതാണ് പള്ളികളിൽ വെച്ച് നടത്തുന്നതിനേക്കാളും ഉത്തമം. മാത്രമല്ല ശറഈ ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച നിസ്കാരങ്ങളിൽ ഒഴികെ
മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒറ്റക്ക് നിസ്കരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സലാത്തുർ റഗായിബ് നിർവഹിക്കുന്ന ആളുകൾ അവ ജമാഅത്തായി പള്ളിയിൽ നടത്തുന്നു എന്ന ഒരു ദൂഷ്യവും ഇതിന്റെ കൂടെ വന്നു ചേരുന്നു. നാലാമത്തെ കാര്യം, ഈ നിസ്കാരം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകളുടെ താല്പര്യമനുസരിച്ച്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ നിസ്കാരത്തിന്റെ പരിപൂർണത ഈ രാത്രിയുടെ പകലിൽ നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ഈ നിസ്കാരം നിർവഹിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നിർവഹിക്കുമ്പോൾ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു നിസ്കാരം കൂടി നിർവഹിക്കുമ്പോൾ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വൈകിപ്പിക്കുക എന്ന ഒരു പ്രശ്നവും കൂടി ഇതിന്റെ കൂടെ ഉത്ഭവിക്കുന്നു. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. മഗ്രിബിന്റെ സമയമായാൽ ഉടനെ ഭക്ഷണം കഴിക്കുക, നോമ്പ് തുറക്കുക എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത്. അതോടൊപ്പം വിശന്നുകൊണ്ട് ഇങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക എന്നത് ഇസ്ലാം നിർദ്ദേശിച്ചതല്ല. രാത്രി ഭക്ഷണത്തിന്റെ സമയമാവുകയും ഭക്ഷണം തയ്യാറാവുകയും ചെയ്താൽ ഇശാ നിസ്കാരത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത്. കാരണം നമ്മുടെ മനസ്സ് പൂർണ്ണമായും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി നിസ്കാരത്തിലേക്ക് തിരിയുന്ന രൂപത്തിൽ മനസ്സ് ഫാരിഗാകുക, ഒഴിവാകുക എന്നതാണ് നിസ്കാരങ്ങളുടെ ഒക്കെ പൂർണ്ണതയുടെ രൂപം. അഞ്ചാമത്തത്, ഈ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം 2 സുജൂദ് ചെയ്യുക എന്ന ഒരു ഏർപ്പാടും ഇത് സംഘടിപ്പിച്ച ആളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നിസ്കാരത്തിലല്ലാതെ സുജൂദ് ചെയ്യുക എന്ന ഒരു ഏർപ്പാട് ശുക്രിന് വേണ്ടിയും അതുപോലെ തിലാവത്തിന് വേണ്ടിയും അല്ലാതെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത സുജൂദുകൾ ഇതിന്റെ കൂടെ വർദ്ധിപ്പിക്കുക എന്ന ഒരു ദൂഷ്യവും ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക എന്നത് ഒരു ഇബാദത്താണെങ്കിലും നിസ്കാരം അല്ലാത്ത സമയത്ത് തിലാവത്തിന്റെ സുജൂദും ശുക്രിന്റെ സുജൂദും അല്ലാതെ ഒരു സുജൂദ് ചെയ്യുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ട് അതൊരു ഇബാദത്തായി കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ ചില ജാഹിലീങ്ങളായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചില ഉംറ ടൂർ ഓപ്പറേറ്റർമാരൊക്കെ അറഫയിലും മറ്റുമൊക്കെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ദുആ ചെയ്യുന്നതിന് എന്തോ ഒരു മഹത്വമുണ്ട് എന്ന രൂപത്തിൽ അവിടെ വെച്ച് ദുആ ചെയ്യുന്നതായി പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷേ എല്ലാ ഇബാദത്തുകൾക്കും ഷർത്തുകളും കാരണങ്ങളും ഒക്കെ ഉള്ളതുപോലെ അറഫയിൽ ഒരുമിച്ച് കൂടുന്നതിനും ജംറകളെ എറിയുന്നതിനും സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുന്നതിനുമൊക്കെ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അവ ആരാധനയാവുകയുള്ളൂ. അതുപോലെ കേവല സുജൂദ് എന്നതും ഒരു ആരാധനയായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ട് ആ സുജൂദും ദീനിലില്ലാത്തത് കൂട്ടിക്കടത്തലാണ്. അതുകൊണ്ട് അതും ദീനുമായി ബന്ധമില്ലാത്തതാണ് എന്ന് അബൂ ശാമ റഹിമഹുല്ലാഹ് വിവരിച്ചു തരുന്നു. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. റുബ്ബമാ തഖറബൽ ജാഹിലൂന ഇലല്ലാഹി, വിവരമില്ലാത്ത പല ആളുകളും പലപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് എന്ന് അറിയാതെ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ പലപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ നാടുകളിൽ പല ആളുകളെ കൊണ്ടും വിവരമില്ലാത്തവരും ഉണ്ടായിട്ടവ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ചില പണ്ഡിത വേഷധാരികളും എന്നതും കൂടി ഇതോടൊപ്പം നാം ഓർക്കുന്നത് നമ്മുടെ ആഖിറത്തിന് നല്ലതാണ് എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു.